ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുക, എന്തൊക്കെയാണ് അതിന്റെ റൂൾസ്, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ടു കൺഫേം സംതിങ് ഓർ ടു സീക്ക് എഗ്രിമെന്റ്. അതായത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ചേർക്കുന്ന ഒരു ചെറിയ ചോദ്യം. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ സമ്മതം ചോദിക്കാനോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് എക്സാമ്പിൾ നോക്കാം. യു ആർ റെഡി, ആറിൻറ് യു, അതായത് നീ റെഡിയാണ് അല്ലേ, നീ റെഡി അല്ലേ, ആ ഒരു സംഭവമാണ് എന്ത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാല്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദി സെന്റൻസ്. ഫസ്റ്റ് ചെക്ക് വെദർ ദ സെന്റൻസ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണോ അതോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് മനസ്സിലാക്കണം. പോസിറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ടാഗ് കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടാഗ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് ഹാപ്പി, അവിടെ എന്താണ്, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, അവിടെ നോട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷീ ഈസ് ഹാപ്പി അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ആ സമയത്ത് നെഗറ്റീവ് ആയിരിക്കും എന്ത് വരിക, ക്വസ്റ്റ്യൻ ടാഗ് വരിക. അവിടെ എന്താണ് വന്നത്, ഈസ് ഇൻഡ് ഷീ, ഈസ് ഇൻഡ് ഷീ, ഈസ് ഇൻ, ഈ എൻ ടി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നോട്ട് ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് ആയി എന്ത്, ക്വസ്റ്റ്യൻ ടാഗ്. ഇനി സെന്റൻസ് നെഗറ്റീവ് ആയാൽ ഷീ ഈസ് നോട്ട് ഹാപ്പി, ഷീ ഈസ് ഇൻഡ് ഹാപ്പി, അതിന്റെ ടാഗ് എന്താണ് വന്നത്, ഈസ് ഷീ. അതായത് ഷീ ഈസ് ഹാപ്പി എന്ന് വരുമ്പം ഈസ് ഇൻഡ് ഷീയും, ഷീ ഈസ് ഇൻഡ് ഹാപ്പി എന്ന് പറയുമ്പം ഈസ് ഷീയും ആണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പോസിറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ടാഗ് വരും, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ടാഗ് വരും. സ്റ്റെപ്പ് 2, ഫൈൻഡ് ദി ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ്, അതായത് ഓക്സിലറി വേർബ് നമുക്കറിയില്ലേ, ഈസ്, ആർ, വാസ്, ബി, ബീയിങ്, ബീന്, ഹാസ്, ഹാഡ്, ഡു എന്നൊക്കെ പറഞ്ഞ് കുറേ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട് അല്ലെ, ഓക്സിലറി വേർബ്സ്. ഈ യൂസ് ദി സെയിം ഓക്സിലറി വേർബ് ഫ്രം ദി സെന്റൻസ് ഇൻ ദി ടാഗ്. അതായത് സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ഓക്സിലറി വെർബ് ടാഗിലും ഉപയോഗിക്കണം. ഓക്കെ, എക്സാമ്പിൾ എന്താണ് ഇവിടെ കൊടുത്തത്, ഷീ ഈസ് ടയേർഡ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. അപ്പൊ ടാഗിൽ എന്ത് വന്നു, ഈസ് ഇൻഡ് ഷീ. ഓക്കെ, ദേ ഹാവ് ഫിനിഷ്ഡ്, ഇവിടെ ഓക്സിലറി വെർബ് ഹാവ് ആണ്. അപ്പൊ ടാഗിൽ എന്ത് വന്നു, ഹാവ് ഇൻഡ് ദേ. ഹി വിൽ കം, ഇവിടെ വില്ലാണ് ഓക്സിലറി വെർബ്. അപ്പോ അതിന്റെ വോണ്ട് ദേ, ഹി, വോണ്ട് ഹി, അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അതായത് ഈ നമുക്ക് തന്ന സെന്റൻസിൽ ഏതാണോ ഓക്സിലറി വേർബ് ഉള്ളത് ആ സെയിം ഓക്സിലറി വേർബ് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിലും വരിക. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ചേഞ്ച് ദ സബ്ജക്ട് ഇൻ ടു എ പ്രോനൗൺ. അതായത് സബ്ജക്റ്റിനെ എന്ത് ചെയ്യണം, പ്രോനൗൺ ആക്കി മാറ്റണം. ദ സബ്ജക്ട് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ചേഞ്ച് ഇൻ ടു എ പ്രോനൗൺ ഇൻ ദി ടാഗ്. അതായത് സ്റ്റേറ്റ്മെന്റിൽ, സെന്റൻസിലുള്ള ആ ഒരു സബ്ജക്റ്റിനെ ടാഗിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താക്കണം, പ്രോനൗൺ ആക്കണം എന്നാണ് പറയുന്നത്. അതായത് രവി ഈസ് ലേറ്റ്, ഈസ് ഇൻറ്റു ഹി. അതായത് രവി എന്ന് പറയുന്നത് എന്താണ്, ഒരു ബോയ് ആണ് അല്ലെ. രവി വൈകിയിരിക്കുന്നു അല്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഈസ് ഇൻറ്റു രവി എന്നല്ല എഴുതേണ്ടത്. അവിടെ എന്താവണം, രവിനെ പ്രോനൗൺ ആക്കി മാറ്റണം. രവി ഒരു ബോയ് ആയതുകൊണ്ട് ഹി ആയി. ഇനി ഒരു ഗേളിന്റെ നെയിം ആണെന്നുണ്ടെങ്കിലോ അവിടെ എന്താവും, ഈസ് ഇൻറ്റു ഷീ ആവും. ഓക്കെ ആണല്ലോ. അടുത്ത എക്സാമ്പിൾ എന്താണ്, ദ ബോയ്സ് ആർ പ്ലേയിങ്, ആർ ഇൻറ്റു ദേ, ആൺകുട്ടികൾ കളിക്കുകയാണ്. അപ്പൊ ആ ബോയ്സ് എന്നുള്ളത് എന്തായി, ദേ ആയി. ഓക്കെ, യുവർ സിസ്റ്റർ വിൽ കം, വോണ്ട് ഷീ. അതായത് സിസ്റ്റർ അല്ലേ, നിന്റെ സഹോദരി വരും. അപ്പൊ അവിടെ ഗേൾ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഷീ ആണ് വരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ. സ്റ്റെപ്പ് 4, ഇഫ് ദർ ഈസ് നോ ഓക്സിലറി വേർബ്. അവിടെ ഓക്സിലറി വേർബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ആ സമയത്ത് യൂസ് ഡു, ഡസ്, ഡിഡ്, ഇത് മൂന്നുമാണ് നമ്മൾ യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് ഇവിടെ, യു ലൈക്ക് കോഫി, ഇതിൽ എന്തില്ല, ഓക്സിലറി വേർബ് ഇല്ല. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്, ഡോണ്ട് യു. ഷീ പ്ലേസ് ദ പിയാനോ, ഡസിൻറ്റ് ഷീ. ദേ വെന്റ് ഹോം, ഡിഡിൻറ്റ് ദേ. അതായത് ഓക്സിലറി വെർബ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡു, ഡസ്, ഡിഡ്, ഇത് മൂന്നുമാണ് പറയാനുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ, ഐ യു ദേവി, അയ്യോ ദേവി, ഇത് നാലും വന്നാൽ ഡു ആണ് വരിക പ്രസന്റ് ടെൻസിൽ. ഓക്കെ, അതായത് യു ലൈക്ക് കോഫി എന്ന് പറയുന്നത് അവിടെ നമ്മളെ സബ്ജക്റ്റ് വരുന്നത് യു ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് യൂസ് ചെയ്യും, ഡു യൂസ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിരിക്കും എന്ത്, ക്വസ്റ്റ്യൻ ടാഗ്. സോ ഡോണ്ട് യു. ഷീ പ്ലേസ് ദ പിയാനോ,
അവിടെ എന്താണ് ഷീ ആണ് വന്നത്. ഹി ഷീ ഇറ്റ് വരുന്ന സമയത്ത് ഡസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഷീ വന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ എന്താവും നെഗറ്റീവ് ആവും, ഡസ് വരും. ഡസ് ഇൻറ്റു ഷീ. ഓക്കെ ആണല്ലോ. അപ്പോ ഐ യു ദേവി വന്നാൽ ഡൂവും, ഹി ഷീ ഇറ്റ് വന്നാൽ ഡസ്സും. ഇനി പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡിഡ് ആണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി പറയാനുള്ളത് ഒരു സ്പെഷ്യൽ റൂൾ ആണ്. അതായത് ആം എന്നുള്ള ഓക്സിലറി വേർബ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഓക്സിലറി വേർബ് ആണോ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് അത് തന്നെ ക്വസ്റ്റ്യൻ ടാഗിലും വരണം എന്നുള്ളത്. പക്ഷേ ആം വരുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുന്ന സമയത്ത് ആർ എന്നാണ് വരിക. ഓക്കെ, അപ്പോ ഐ ആം എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഉള്ള നെഗറ്റീവ് ആവുമ്പോൾ ആർ ഇൻറ്റ് ഐ എന്നാണ് വരുന്നത്. ഐ ആം ലേറ്റ്, ആർ ഇൻറ്റ് ഐ. ഓക്കെ ആണല്ലോ. അതായത് ആം വരുന്ന സമയത്ത് ആർ ആണ് വരുന്നത്. ഓക്കെ, അതായത് ആം ഇൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവേ ഇല്ല. ആം ഇൻറ്റ് എന്ന് വരുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഒരു സ്പെഷ്യൽ റൂള്. ഇനി ലെറ്റ്സ് ഉള്ള സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് വെച്ചിട്ട്, അതായത് ലെറ്റ്സ് വന്നാൽ എന്തായിരിക്കും ഷാൾ വി. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്ലാസ്, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മൾ എന്താ പറയാ ഷാൾ വി അല്ലേ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം അല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്ലാസ് ഷാൾ വി. ലെറ്റ്സ് വരുന്ന സമയത്ത് ഷാൾ വി ആണ് വരിക. ഇമ്പറേറ്റീവ് സെന്റൻസിൽ നമ്മൾ വിൽ യു ആണ് യൂസ് ചെയ്യുക. അതായത് എക്സാമ്പിൾ നോക്കിയാൽ ക്ലോസ് ദി ഡോർ, ആ ഡോർ ഒന്ന് അടയ്ക്കൂ, വിൽ യു, നിങ്ങൾ ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ. ഓപ്പൺ ദി വിൻഡോ, വിൽ യു. അതായത് ഒരു കാര്യം പറയുകയാണല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ആ സമയത്ത് എന്താണ് വരിക ക്വസ്റ്റ്യൻ ടാഗില് വിൽ യു ആണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവും, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവും. അതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് നെവർ, റെയർലി, ഹാർഡ്ലി, നോബഡി, നത്തിങ്, ഇങ്ങനത്തെ ഒക്കെ വേർഡ്സ് ആ സെന്റൻസിനെ എന്താക്കും നെഗറ്റീവായി മാറ്റും. അതായത് നോട്ടൊന്നും വേണം എന്നില്ല ആ സെന്റൻസ് നെഗറ്റീവ് ആവാന്. ഇതിലേതെങ്കിലും ഒരു വേർഡ് വന്നാൽ ആ സെന്റൻസ് എന്താവും നെഗറ്റീവ് ആവും. സോ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വേർഡ്സ് ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അതായത് ഷീ നെവർ ലൈസ്, അവൾ ഒരിക്കലും നുണ പറയില്ല. അവിടെ നെവർ വന്നതുകൊണ്ട് തന്നെ ആ സെന്റൻസ് എന്തായി നെഗറ്റീവ് സെന്റൻസ് ആയി. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിട്ട് മാറും പോസിറ്റീവ് ആയിട്ട് മാറും. ഡസ് ഷീ. പിന്നെ അതുപോലെ നോബഡി കോൾഡ് യു, അതായത് നോബഡി എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ സെന്റൻസ് എന്തായി നെഗറ്റീവ് സെന്റൻസ് ആയി. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഡിഡ് ദേ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തതാണ്. അതായത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അത് നെഗറ്റീവിലേക്ക് ടാഗ് ആവും, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആവും. പിന്നെ അതുപോലെ ഓക്സിലറി വേർബ് യൂസ് ചെയ്യുമ്പോൾ സെയിം ഓക്സിലറി വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ സബ്ജക്റ്റിനെ എന്താക്കി മാറ്റണം പ്രോനൗൺ ആക്കി മാറ്റണം. ഇനി ഓക്സിലറി വേർബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഡു, ഡസ്, ഡിഡ്. അതിൽ തന്നെ പ്രസന്റ് ടെൻസിൽ ഐ യു ദേ വി എന്ന് വന്നാൽ ഡു ആണ് വെക്കുക. അതുപോലെ തന്നെ ഹി ഷീ ഇറ്റ് വരുവാണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുക. പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിഡ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ ഐ ആം വന്നാൽ എന്താണ് ആർ ഇൻറ്റ് ഐ ആണ്, ആം ഇൻറ്റ് ഐ അല്ല. പിന്നെ അതുപോലെ ലെറ്റ്സ് വന്നാൽ ഷാൾ വി. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ. റിവൈസ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ആർ കമ്മിങ് ടു ദ മീറ്റിംഗ് ടുമോറോ, ആറിൻറ്റ് യു. ഇവിടെ ആരാണ് ഓക്സിലറി വേർബ്, അതുപോലെ തന്നെ പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വേർബ് ആറാണ്, അതുകൊണ്ട് ഇവിടെയും എന്തായിരിക്കും ഓക്സിലറി വേർബ് ആറ് തന്നെ ആയിരിക്കും. അപ്പൊ എന്താ വരിക ആറിൻറ്റ് യു. ഷീ ഫിനിഷ്ഡ് ദ അസൈൻമെന്റ്. ഇവിടെ ഓക്സിലറി വേർബ് ഇല്ല, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അതുപോലെ തന്നെ ഓക്സിലറി വേർബ് ഇല്ല, അത് മാത്രമല്ല ഇതെന്താണ് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഡ് ആണ് വരിക. അതുകൊണ്ട് ഡിഡ് ഇൻ ഷീ. ഓക്കെ ആണല്ലോ. ഇതുപോലെ ബാക്കിയുള്ള വേർഡ്സ് സെന്റൻസ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും വേണോ, ഏത് ഭാഗമാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതുപോലത്തെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.